വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഒരു വിഷുത്തലേന്ന് വീഡിയോ കാരണം കുറച്ചൊരു കേരള തനിമയിൽ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. എങ്ങനെയുണ്ട് കൊടുത്ത? നല്ല രസമല്ലേ? എൻ്റെ അല്ല, ഈദോന്റെയാണ്. കുറച്ച് മുന്നേ ഞാൻ പോയി എടുത്തായിരുന്നു. അപ്പോൾ നാളെയാണ് വിഷു. ഈ വിഷു നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷുവാണ്. കാരണം യുവിയുടെ ആദ്യത്തെ വിഷുവാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാരെയും വിളിച്ച് അത്യാവശ്യം ആർഭാടായി നമുക്ക് വിഷു സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് നമുക്കുള്ളത്. കണി ഒരുക്കണം, സദ്യക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കണം. ഗീതവും വ്രതവും ഇവിടെ വന്ന് ഇന്ന് താമസിക്കുകയാണ്. നമ്മൾ ഒരുമിച്ചാണ് നാളെ വിഷുക്കണി കാണുന്നത്. അപ്പൊ അങ്ങനത്തെ വിഷു തലേന്ന് ഒരു വീട്ടിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള പരിപാടിയാണ് മെയിൻലി നമുക്കെന്നുള്ളത്. ഞാൻ എന്താ വിഷുക്കണി ഒരുക്കാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇത്തവണ കുറച്ച് സംഗതികളുണ്ട് കയ്യില്. അത് വെച്ച് വിഷുക്കണി ഒരുക്കണം. എന്താ അത് വെച്ചൊരു വിഷുക്കണി ഒരുക്കണം. അപ്പോ ആൽബർട്ടൈനിൽ പോയിട്ട് അതിന് വേണ്ട കുറച്ച് പൂക്കളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഇന്ന് വരുന്നത്. എനിക്കൊരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആഘോഷമാണ് വിഷു. ഒന്ന് ഏപ്രിലാണ്. നമുക്ക് സ്കൂളൊന്നും ഉണ്ടായിരിക്കില്ല. വട്ടംകുളത്ത് അച്ഛൻ്റെ വീട്ടിലായിരിക്കും നമ്മളധികം. റിസൾട്ടോ പഠിത്തോ പരീക്ഷയോ സ്കൂളോ ഒന്നുമില്ലാത്ത വളരെ സമാധാനം നിറഞ്ഞ ഒരു സമയമായിരുന്നു വിഷു വരുന്നത്. പിന്നെ പോരാത്തതിന് അത്യാവശ്യം നല്ല പൈസ തടയുമായിരുന്നു. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ആവശ്യങ്ങൾ ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ ഒരു വർഷത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്ന അത്യാവശ്യം തിരക്കേടില്ലാത്ത 2000-2500 രൂപയൊക്കെ നമുക്ക് കയ്യിൽ വരും. അപ്പോൾ അതിന് വേണ്ട ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമാവുമല്ലോ വിഷു. അങ്ങനെ എല്ലാം വെച്ച് വിഷു ഇഷ്ടമാണ്. പിന്നെ ഈ പറയുന്ന പോലെ പൂത്തിരി, പടക്കം, മേശപ്പൂത്തിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഒരു ആഘോഷമാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആഘോഷം വിഷു തന്നെയായിരുന്നു എന്നും ഇന്നും. അതുകൊണ്ട് വിഷുവിന് ഞാൻ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആണ് ഓണത്തിനേക്കാളും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. നമുക്കിന്ന് ഗാർഡൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലോസിറ്റ് അങ്ങനെ തന്നെയാണ് പേര് പ്രൊനൗൺസ് ചെയ്യുക തോന്നുന്നു. ഇന്തോനേഷ്യ എന്നാണ്. അത്യാവശ്യം നന്നായിട്ട് ഗാർഡൻ ക്ലീൻ ചെയ്തു. കുറേ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ തന്നെ ക്ലീൻ ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ എങ്ങനെ നോക്കിയിട്ടും സമയം അങ്ങോട്ട് റെഡിയായി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വിളിക്കാമെന്ന് ഞാൻ ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് അൻഷിഫ ക്ലൗസിറ്റ് പുള്ളീനെ വിളിച്ച് വീടൊന്ന് ക്ലീൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ അൻഷിഫയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പുള്ളീനെ ഒന്ന് വിളിച്ചു. മെയിൻ റീസൺ അത്യാവശ്യം പ്രായമുണ്ട് കേട്ടോ പുള്ളിക്ക്. പുള്ളി വർക്ക് ചെയ്യാൻ ഭയങ്കര വില്ലിങ് ആണ്. അൻഷിഫ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര നന്നായിട്ട് മാപ്പ് നോക്കാനും കാര്യങ്ങളും ഒന്നും അറിയില്ല. പുള്ളിക്ക് ഒരു 64-ൻ്റെ അടുത്ത് പ്രായമുണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്ക് വർക്ക് ചെയ്യാനുള്ള വില്ലിങ്നെസ് ഭയങ്കരമാണ്. പുള്ളി ഭയങ്കര പ്രൗഡായിട്ടാണ് പുള്ളിയുടെ ജോലി കൊണ്ടു നടക്കുന്നത്. അപ്പോൾ എത്താന്ന് പറഞ്ഞ സമയത്തു നിന്നൊക്കെ പുള്ളി കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. രാവിലെ 8 മണിക്ക് എത്താമെന്ന് പറഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് കറക്റ്റായിട്ട് അങ്ങനെ മാപ്പ് നോക്കാനും സ്ഥലത്ത് ഇറങ്ങാനും ഇങ്ങോട്ട് എത്താനും ഒന്നും അറിയില്ല. അപ്പോൾ വിഷ്ണു സ്റ്റേഷനിൽ പോയി പിക്ക് ചെയ്യുകയൊക്കെ അവസാനം ചെയ്തത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നന്നായിട്ട് തിരക്കേടില്ലാതെ ഒരു 3.5 മണിക്കൂർ എടുത്തിട്ടാണ് പുള്ളി ഒരു ഗാർഡൻ ക്ലീൻ ചെയ്തത്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. വെള്ളമൊക്കെ അടിച്ച് വൃത്തിയായി കഴുകി ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഏരിയയിൽ, ഇപ്പം ഞാനുള്ളത് ന്യൂവനപ്പിലാണ്. അപ്പോൾ ഹോഫ്ദോർപ്പ്, ആംസ്റ്റർഡാം, യുത്രക്ട് ആ ഏരിയയിലൊക്കെ പുള്ളി വരും വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും ഗാർഡൻ ക്ലീൻ ചെയ്യാനോ ഒക്കെ ഒരാൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗാർഡൻ ക്ലീൻ ചെയ്യാനായിരിക്കും ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുക. കാരണം പുള്ളി വീടിൻ്റെ അകത്ത് കുറച്ച് റഫാണ് ചില കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒപ്പം നിന്ന് ക്ലീൻ ചെയ്യിക്കേണ്ടി വരും. അങ്ങനെ സമയം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പുള്ളി നല്ലൊരു കോണ്ടാക്റ്റാണ്. ഒന്ന്, അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. 2, പുള്ളിക്കും അതൊരു സഹായമായിരിക്കും. ഈ ഒരു ഏജിൽ വർക്ക് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഒരാളല്ലേ. ആൻഡ് പുള്ളിക്ക് പൈസ ആവശ്യമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പുള്ളിയുടെ കോണ്ടാക്റ്റ് ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ്. നമുക്കിനി അടുക്കളയിലോട്ട് കടന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വിഷ്ണു ഗംഭീരമായ ജോലിയിലാണ്. വൈറ്റ് ബോർഡ് വളരെയധികം കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങിയതാണ്. വലുത് വേണം, എനിക്ക് ആ ചുമരിൽ ഫുൾ നിറഞ്ഞു നിൽക്കണം പറഞ്ഞിട്ട്. കാണിക്കുക വൈറ്റ് ബോർഡ്.
അപ്പോൾ ഞാൻ എൻ്റെ പണിപ്പുരയിലോട്ട് കിടക്കട്ടെ. ഞാനിന്ന് രാവിലെ തന്നെ ചെറുതായിട്ട് നമ്മുടെ മാങ്ങാച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് രാവിലെ യുവി കുറച്ചധികം നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം നമുക്ക് ഉപകാരപ്രദമായി വിനിയോഗിക്കാമെന്ന് വിചാരിച്ച് മാങ്ങാച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സദ്യയിൽ ഭയങ്കര ഇഷ്ടമുള്ളതും നിർബന്ധമുള്ളൊരു കാര്യമാണ് മാങ്ങാച്ചാർ. ഞാൻ എല്ലാ കൊല്ലവും ഒന്നെങ്കിൽ ഓണത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വിഷുവിൻ്റെ സമയത്തായിട്ട് ഞാൻ കൊല്ലത്തിലൊരിക്കലെങ്കിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഇത്ര അധികം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ കാൽക്കുലേഷൻ കുറച്ച് തെറ്റിപ്പോയി. കാരണം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്രഷ്നെസ് കുറച്ച് കുറയുമല്ലോ. ഇതിപ്പോൾ ചോറിനേക്കാളധികം മാങ്ങാച്ചാറ് എന്നുള്ള രീതിയിലായി. പക്ഷേ സദ്യ കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ കുപ്പി വെച്ച് വീട്ടിലേക്ക് കൊടുത്തു വിടാം. എനിക്ക് സാമ്പാറിൻ്റെ ഒപ്പം നിർബന്ധമുള്ളൊരു കാര്യമാണ് മാങ്ങാച്ചാർ. എനിക്കിങ്ങനെ സാമ്പാറിൻ്റെ എരിവിൻ്റെ ഒപ്പം തന്നെ മാങ്ങാച്ചാറിൻ്റെ എരിവും കിട്ടണം. സദ്യക്കൊക്കെ പോകുന്ന സമയത്ത് മാങ്ങാച്ചാറില്ല നാരങ്ങാച്ചാർ വിളമ്പുള്ളൂ ചില കല്യാണത്തിനൊക്കെ എനിക്ക് വിഷമമൊക്കെ വരും. എനിക്ക് ഒരു മാങ്ങാച്ചാറില്ലാതെ ഒരു സദ്യ കഴിക്കുന്നതിനെ പറ്റി എനിക്കധികം ചിന്തിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ രാവിലെ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ ബുക്കെന്ന് വിചാരിക്കരുത്, കേമായിരിക്കണം. ഒന്നാമത് നല്ല മാങ്ങ കിട്ടി ഇന്നലെ. സോറി, നല്ല മാങ്ങ കിട്ടിയായിരുന്നു ഇന്നലെ ഇന്ത്യൻ സ്റ്റോർ പോയപ്പോൾ. പിന്നെ രണ്ടാമത് ഞാൻ റെഫർ ചെയ്ത വീഡിയോ നല്ല വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് ഇവർ പറഞ്ഞ ക്വാണ്ടിറ്റിയിലൊന്നും എല്ലാം ഇട്ടത് കാരണം തിരക്കേടുള്ളതൊരു അച്ചാറായിട്ടുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും നമുക്കൊന്ന് കുക്ക് ചെയ്യാനില്ല കേട്ടോ. ഒരു മാമ്പഴ പുളിശ്ശേരി, അവിയൽ, രസം, സംഭാരം, ചേന ഫ്രൈ, ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഞാനും ഗീതും കൂടെ മുഴുവൻ കുക്ക് ചെയ്യാനായിരുന്നു ഇനീഷ്യൽ പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞു എന്തിനാണ് അങ്ങനെ രണ്ടുപേരെന്നെ മുഴുവൻ ചെയ്യുന്നത്, ഓരോരോ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പണി കുറയുമല്ലോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിൽ തുടങ്ങാം. ഒരു 1-2 മണിക്കൂറിൽ തീരേണ്ട പരിപാടിയേ ഉള്ളൂ. 4 മണിക്ക് തുടങ്ങണം എന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഓൾറെഡി 5 മണി ആയിട്ടുണ്ട്. യുവി ഇവിടെ ഇല്ല കേട്ടോ. യുവി ഗീതുവിൻ്റെ അടുത്താണ്. യുവി ഇങ്ങനെ ഗീതുവിന് ജോലി കുറവുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ അധികം ജോലി ഇല്ലാത്ത സമയങ്ങളിലൊക്കെ രണ്ടും ഒന്ന് തന്നെ ഇടയ്ക്ക് യുവി അവിടെ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഗീതു ഒന്നെങ്കിൽ ഒന്ന് പിക്ക് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ എന്നോട് ഡ്രോപ്പ് ചെയ്യാൻ പറയും. ഒരു ഗീമു യുവി കണക്റ്റിംഗ് മൊമെന്റ് അവരിടയ്ക്ക് വെക്കാറുണ്ട്. കിടന്ന് കളിക്കും, ഒപ്പം ഉറങ്ങും, കുറച്ച് ക്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ഗീതുവിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന കാണാം. ഇവനപ്പോൾ എന്നെയും വിഷ്ണുവിനെയും കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് ഗീതുവിനെയും പ്രദൂനെയും ആയിരിക്കണം. കാരണം അവരെയാണ് ഞങ്ങളെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ അവൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാൻ അവരും ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ്. ഗീതുവിനെ കണ്ട ചാടി തുള്ളിയൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. നമുക്ക് ഇന്നലെ ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ പച്ചമാങ്ങ കിട്ടിയതുപോലെ തന്നെ നല്ല അടിപൊളി അൽഫോൺസോ മാങ്ങോ കിട്ടി കേട്ടോ. അൽഫോൺസോ അല്ലേ? അതും അൽഫോൺസ അറിയില്ല. അപ്പൊ മനസ്സിലായല്ലോ, അതും കിട്ടി. ഇത് ഈ ഒരു ഏപ്രിൽ സമയത്ത് മാത്രം ഇവിടെ കാണാറുള്ളതാണ് കേട്ടോ. നല്ല മധുരമുള്ള നല്ല മണമൊക്കെയുള്ള നല്ല മാങ്ങയാണ് ഇത്. പക്ഷെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 22 യൂറോന്റെ അടുത്ത് 6 മാങ്ങയ്ക്ക് വരുന്നുണ്ട്. കുറച്ചും കൂടെ വലിയ ബോക്സ് കണ്ടു, അതിൽ 10 എണ്ണം വരുന്നുണ്ട് തോന്നുന്നു. അതിന് അത് 12 എണ്ണം 44 യൂറോ അങ്ങനെ എന്തോ വരുന്നത് പോലെ. നമുക്ക് ആകെ ഒരു 8 ആൾക്കാരല്ലേ ഉള്ളൂ. അത് കാരണം ഞാൻ 6 മാങ്ങ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരി പരിപാടി തുടങ്ങാം. നല്ല മണം. ഈ മുകളിൽ ഈ ചുണ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേ നല്ല മണം, കഴിക്കാൻ തോന്നുന്ന മണം. ഒരു മാങ്ങയുടെ കുറച്ച് നമുക്ക് യുവിക്ക് മാറ്റി വെക്കാം, വേവിച്ച് കഴിഞ്ഞിട്ട് മാറ്റി വെക്കാം. അപ്പൊ നാളെ നമുക്ക് ചോറിൻ്റെ ഒപ്പം കൊടുക്കും ചെയ്യാലോ. താഴെ ഡിഷ് വാഷർ ഓടുന്ന ശബ്ദമായിട്ടായി കേട്ടോണ്ടിരിക്കണം. നമ്മൾ കിച്ചണിലെ കുറച്ച് പാത്രങ്ങളൊക്കെ മാറ്റിയിട്ട്, അതായത് നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങൾ മാറ്റിയിട്ട് കാസ്റ്റ് അയൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ അടുക്കള മെല്ലെ ഒരു കാസ്റ്റ് അയൺ സ്റ്റീൽ പാത്രങ്ങൾ മാത്രമുള്ള അടുക്കളയാക്കി മാറ്റണം എന്നാണ് ആഗ്രഹം. അതാണ് ഹെൽത്തി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണല്ലോ നമ്മള് വർത്താനം പറയലും. എനിക്ക് സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പറയാൻ മറന്നിട്ടുണ്ടായിരുന്നോ. നമ്മൾ കഴിഞ്ഞൊരു ഷോർട്സിൽ എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ഈവനിങ് കാണിച്ചൊരു ഷോർട്സിൽ കമന്റ് സെഷനിൽ ഭയങ്കര 3 കാര്യങ്ങൾ ഡിസ്കഷൻ നടക്കുന്നുണ്ടായിരുന്നു. 1, എനിക്ക് OCD ഇല്ല. 2, ഞാൻ ഫിഷ് സിംഗിളിട്ട് കഴുകിയത് ശരിയായില്ല. 3, ഞാൻ ജിമ്മിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാതെ യുവിനെ എടുത്തു എന്നുള്ളത്. അത് ഞാൻ അടുത്തൊരു വ്ളോഗിൽ പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിൽ ഞാൻ മറന്നുപോയി കേട്ടോ. 1, എനിക്ക് OCD ഇല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് OCDയുടെ ഒരു ആവശ്യമില്ല. അത് ഉണ്ടെന്നുള്ളൊരു ക്രെഡിറ്റ് ആയിട്ട് ഞാൻ കാണുന്നേ ഇല്ല. അത് കാരണം ഓരോ ദിവസം എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് എനിക്കും പിന്നെ പടച്ചെമ്പരാനും അറിയാം. അത്ര വലിയ സുഖമുള്ള ഒരു അസുഖമൊന്നുമല്ല OCD. പിന്നെ എല്ലാ തവണയും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പോലെ വൃത്തിയല്ല OCD. OCD എന്ന് പറയുന്നത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ്. ഒട്ടും വൃത്തിയില്ലാത്ത ഒരാൾക്കും വൃത്തിയില്ലായ്മ അതൊക്കെ ഒരാളുടെ കാര്യമാണ്. പക്ഷെ ഞാൻ ജനറിക് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം കേട്ടോ. ഒട്ടും വൃത്തി തോന്നാത്ത ഒരാൾക്കും OCD ഉണ്ടായേക്കാം. എനിക്ക് തോട്ട്സിലാണ് OCD ഉള്ളത്.
എനിക്ക് ഒട്ടും ആഗ്രഹിക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ മനസ്സ് എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പല ആക്ഷൻസും കാണിക്കണം എന്ന് വിചാരിച്ച് ഒരേ ആക്ഷൻ പലതവണ റിപ്പീറ്റേറ്റീവ് ആയിട്ട് എന്നെ കൊണ്ട് കാണിക്കാൻ വേണ്ടി എൻ്റെ മനസ്സ് നിർബന്ധിക്കുക. ഇതിൽ വൃത്തി എവിടെയും വരുന്ന ഒരു കാര്യമല്ല. ഇതാണ് OCD. എൻ്റെ OCD ഇതാണ്. ഞാൻ OCD 12ാം വയസ്സിൽ ഡയഗ്നോസ് ചെയ്തിട്ട് പലതവണ തെറാപ്പി എടുത്ത് ഒട്ടും പ്രൗഡ് അല്ലാതെ OCD ഒപ്പം കൊണ്ടു നടക്കുന്ന ഒരാളാണ്. OCD ശരിക്കുള്ള ആർക്കും അതൊരു പ്രൗഡായി പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതാണ് സത്യം പറഞ്ഞാൽ OCD. അല്ലാതെ ജസ്റ്റ് ഞാൻ നീറ്റായിട്ട് കാര്യങ്ങൾ വെക്കുന്നു, ഒരാൾ നീറ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതല്ല കേട്ടോ OCD. ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ വായിച്ചു നോക്കുക. ഞാൻ കൂടുതൽ പറയുന്നതിനേക്കാളും എനിക്ക് OCDനെ പറ്റി സംസാരിക്കുന്നതിന് ബേസിക്കലി സ്ട്രെസ്സാണ്. എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ സിംഗിൾ ഇട്ടിട്ട് മീൻ കഴുകിയത്. ഞാനത് ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രോൺസ് അല്ലാതെ ഒരു മീൻ നന്നാക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ളത് അമ്മയോ അച്ഛനോ ഒക്കെ മീറ്റോ ചിക്കനോ ഫിഷോ ഒക്കെ വാങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഇട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യാറ് അല്ലേ? അതിപ്പോ സിങ്ക് നല്ലോണം കഴുകും. പിന്നെ നമ്മള് സിങ്കില് തുപ്പാറില്ല. അപ്പം സിങ്ക് ആദ്യം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വലിയൊരു സ്പേസില് സിങ്ക് ആദ്യമൊക്കെ നീറ്റ് മീൻ കഴുകുന്നതിന് മുന്നേ മീൻ കഴുകി കഴിഞ്ഞിട്ടും സിങ്ക് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അന്ന് എത്രയോ കാലമായിട്ട് അമ്മ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ വീട്ടിലെല്ലാം കണ്ടു വളർന്നിട്ടുള്ള ഒരു കാര്യമല്ലേ നമ്മളെല്ലാവരും ചെയ്യുക. അപ്പൊ അതേപോലെ ഞാനും അന്ന് ചെയ്തതായിരുന്നു. പക്ഷെ എനിക്ക് ആ മീൻ നന്നാക്കൽ എനിക്ക് അത്ര ഗുഡ് എപ്പിസോഡായിരുന്നു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അയിലയുടെയൊക്കെ തല വെട്ടി കളഞ്ഞത്. എന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചും ചെയ്തതായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. രാത്രി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നി. ആ മീൻ ഇപ്പോഴും ഫ്രീസറിൽ ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇനി ഞാൻ എന്തായാലും മീൻ തന്നെ വെട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഇവിടെ ആർക്കും ഞാൻ മീൻ കഴിക്കൽ അത്ര നിർബന്ധമുള്ള കാര്യമല്ല. ആർക്കും ഇനി യുവിക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് പിന്നെ ഇനി അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോ തൽക്കാലം മീൻ കഴിക്കൽ പോലും നിർത്തി വെച്ചു, അത് വെട്ടേണ്ടി വന്നത് കാരണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സിംഗിൾ വെച്ചിട്ട് അന്ന് മീൻ ഇതാക്കിയത്. പിന്നെ വേറൊരു കാര്യം, അന്ന് യുവിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തെടുത്ത് സത്യം പറഞ്ഞാൽ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. മുന്നത്തെ ഒരു വ്ളോഗൊക്കെ നോക്കി അറിയാം, ഞാൻ എപ്പോഴും ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് തന്നെയാണ് യുവിനെ എടുക്കാറ്. അന്ന് പിന്നെ കിച്ചൺ ഡീപ് ക്ലീനിങ് ആയിരുന്നു, മീൻ കഴുകണമായിരുന്നു എന്നുള്ളത് കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു. അത് പോയിന്റ് ഔട്ട് ചെയ്തതിന് താങ്ക്സ്. അത് ഞാൻ ഫ്യൂച്ചറിൽ ഇനി ഡെയിലി കറക്റ്റ് ചെയ്യുന്നതാണ്. വേറൊരു എനിക്ക് അവരുടെ പേര് എടുത്ത് പറയാനുണ്ട് കേട്ടോ. സുബയ്യ എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻസി ടൈമിൽ വൊമിറ്റ് ചെയ്യുമ്പോൾ ക്ലോസറ്റിന്റെ മുകളിൽ കൈ വെച്ചു എന്നുള്ളത് 2-3 കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരും വൊമിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വൊമിറ്റ് ചെയ്യോ? എല്ലാവരും വൊമിറ്റ് ചെയ്യുമ്പോൾ ബോഡി കുറച്ച് ക്ഷീണമാകുമ്പോൾ വൊമിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സപ്പോർട്ട് കൊടുക്കില്ലേ? അങ്ങനെയല്ല എല്ലാ മനുഷ്യന്മാരും ചെയ്യുക. ഇവിടെ വാഷ് ബേസിൽ വൊമിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കാരണം അത്ര നമ്മൾ വൊമിറ്റ് ചെയ്യുന്ന എല്ലാം അത് കൂടെ കടന്നു പോകണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലോസറ്റിൽ വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കൈ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന 2 സാധനങ്ങളാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് സോപ്പിട്ട് കൈ കഴുകാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഇല്ലേ? അപ്പോ വിഷ്ണു ഞാനും ഒക്കെ ഇവിടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാറുള്ള ആൾക്കാരാണ്. എന്നെക്കാൾ കൂടുതൽ വിഷ്ണുവാണ് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാറുണ്ട്. വിഷ്ണു ഒരു വൃത്തിയില്ലാത്ത മനുഷ്യനാണോ? വിഷ്ണു സോപ്പിട്ട് കൈ കഴുകും. ഇങ്ങനെയല്ല നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ ഈ 2 കൈയും വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവിടെ എണീക്കുമ്പോൾ നമ്മൾ കൈയിട്ട് സോപ്പിട്ട് കൈ കഴുകും. ഇതൊന്നും അൺടച്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ. ഇനിയിപ്പോ പല ആൾക്കാർക്കും വൊമിറ്റ് ചെയ്യുന്നതിൽ തലവെറ്റിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിലത്ത് കിടക്കുകയല്ലേ ചെയ്യുക. പിന്നെ ലേറ്റർ പറ്റുന്ന സമയത്ത് വന്ന് മേല് കഴുകും. അതൊക്കെ നമ്മള് ഞാനിപ്പോ വൃത്തിയുണ്ട് എനിക്ക് ഞാൻ പ്രൂവ് ചെയ്യല്ല കേട്ടോ. ഞാൻ അതിന് ഒരു ഭാഗത്തിന് വരുന്നില്ല. വൃത്തിയൊക്കെ കുറെ ഒരു ബേസിക് ഹൈജീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് കാരണം നമുക്ക് എല്ലാവർക്കും പറ്റുന്ന സാഹചര്യത്തിൽ നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കഥാപ്രസംഗം പറഞ്ഞ് ഓപ്പറാക്കുന്നില്ല. സമയം 5:30 6 മണിക്ക് ബുക്കിംഗ് തീർക്കണം എന്ന് വിചാരിച്ചാൽ നടന്നിട്ടില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. എൻ്റെ വീട്ടിൽ തറവാട്ടിൽ വലിയൊരു മൾഗോവട മാങ്ങയുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാ സമ്മർ ടൈമിലും ഈ വിഷു സമയത്ത് മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ എന്തായാലും വീട്ടിലുണ്ടാവും. എനിക്ക് അന്ന് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു മാമ്പഴപ്പുളിശ്ശേരി. ഞാൻ ഉണ്ടാക്കുമ്പോഴും അത്യാവശ്യം നന്നായിട്ട് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി. മുന്നേയൊക്കെ ഞാൻ വേറൊരു റെസിപ്പി ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഊർമിള ഉണ്ണിയുടെ ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന ഒരു ഷോർട്സൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ രീതിയിലാണ് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാറ്. അവരത് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ വർണ്ണിക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് അപ്പം തന്നെ മാമ്പഴപ്പുളിശ്ശേരി കഴിക്കാൻ തോന്നും. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ. മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ നമ്മൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിലോട്ട് നല്ല ശർക്കരപ്പാനി ഒഴിക്കുക. അതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് കുറച്ച് നെയ്യിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനിയൊരു മിക്സി എടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് തേങ്ങ, പിന്നെ നല്ല കട്ട തൈര്, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ട് നല്ല വെണ്ണയായിട്ട് അടിച്ചെടുക്കണം.
ആ പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് അത്ര എണ്ണം. അല്ലെങ്കിൽ എരിവിനനുസരിച്ച് മാത്രം പച്ചമുളക് ഇടുക. ഇനി എല്ലാം നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മാങ്ങയിലോട്ട് ഇതങ്ങോട്ട് ഒഴിക്കുക. ഇനി കുറച്ച് മാത്രം, തിളപ്പിക്കൊന്നും ചെയ്യരുത്, ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി റെഡി. ഈ സ്മെല്ല് എന്തൊക്കെയുണ്ടെന്ന് അറിയോ? മാങ്ങയുടെ മണം നല്ലോണം ഉണ്ട്, ശർക്കരയുടെ മണമുണ്ട്, നെയ്യിൻ്റെ നല്ല മണമുണ്ട്, തേങ്ങയുടെ മണമുണ്ട്. പിന്നെ എനിക്ക് നേരത്തെ പറഞ്ഞില്ലേ എരിവ് ഇഷ്ടമാണ് മധുരമുള്ള കറികളിൽ, അപ്പം അതുകൊണ്ട് ഇത് ചിലർ നല്ലോണം കുറുക്കി ഉണ്ടാക്കും കേട്ടോ. അതിനേക്കാളും ഇവിടെ ഡിമാൻഡ് കുറച്ചും കൂടെ ഇങ്ങനെ അത്ര കുറുക്കാതെ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഭയങ്കര വെള്ളമായിട്ടല്ല, കട്ടിക്ക് തന്നെയാണ്, പക്ഷെ കുറച്ച് ഒരു വെള്ളമായിട്ട്. ഇതിൽ നമ്മളിനി അടിപൊളി. ഇതിൽ നമ്മളിനി നെയ്യിലാണ് കടുകും ഉലുവയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ വറുത്തിട്ടിടുക. അതും കൂടെ കഴിഞ്ഞാൽ ഉഷാർ. ഇനി ഇതിലോട്ട് നമ്മൾ നെയ്യിലാണ് കേട്ടോ വറവ് ആഡ് ചെയ്യുന്നത്. ഉലുവയും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ വറുത്തിട്ട് അതിലോട്ട് ആഡ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്യുക. നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഓൾമോസ്റ്റ് റെഡി. ഇനി അവിയലും കൂടെ ബാക്കിയുള്ളൂ. അവിയൽ പിന്നെ കട്ട് ചെയ്ത് വെച്ച ഫ്രോസൺ മിക്സ് നമുക്ക് കിട്ടുമല്ലോ, അതിൽ ചുമ്മാ തേങ്ങയും നമ്മുടെ സാധനങ്ങളെല്ലാം ചതച്ചിടുക കണ്ടു. വിചാരിക്കായിരുന്നു ഈ മാങ്ങാച്ചാർ ഉണ്ടാക്കിയപ്പോൾ നല്ല മാങ്ങയ്ക്ക് തോലിന് നല്ല പച്ച കളറും അച്ചാർ മൊത്തത്തിൽ ചുവന്നായിരിക്കുന്നുണ്ടായിരുന്നത്. എന്താ കാസ്റ്റ് എന്റെ പാത്രത്തിലാണ് കുക്ക് ചെയ്യണം. മൊത്തത്തിൽ അച്ചാർ ഒന്ന് കറുത്തിട്ടുണ്ട്. ടേസ്റ്റ് വലിയ ഡിഫറൻസ് വന്നിട്ടില്ല, പക്ഷെ അച്ചാറിന്റെ ലുക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമുക്ക് ഇതിക്ക് മാറ്റി വെക്കാന്നുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇതിരുന്ന് കറക്കും. മാങ്ങാക്കറിയും മാമ്പഴപ്പുളിശ്ശേരിയും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് മെയിനായിട്ടുള്ളത് അവിയലാണ്. അവിയൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കാരണം നമ്മൾ ഫ്രോസൺ പാക്കറ്റ് വാങ്ങുക ചെയ്ത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് 2 ഫ്രോസൺ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് നല്ലോണം വേവിച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ തൈരും പിന്നെന്തായിരുന്നു തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും കൂടെ നല്ലോണം മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയലും റെഡി. പച്ചമുളക് ആഡ് ചെയ്യണം കേട്ടോ, അത് പറയാൻ വേണ്ടി മറന്നുപോയി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ കുക്കിംഗ് പകുതിയായിപ്പോക്കെ വിഷ്ണു അയ്യോ കുക്കിംഗ് പകുതിയല്ല കേട്ടോ, കുക്കിംഗ് തീർന്നു. ഇനി കുക്കിംഗ് കാര്യമായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് പോയിട്ട് കണി വെക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാം. ഇടാടാണ് പല്ല് വന്ന കുട്ടിയാണോ ഇത്? ഒരു 4 പല്ല് വന്നിട്ടുണ്ട്. മുകളിൽ 2 താഴെ 2. അതിന്റെ ആഘോഷമായിരുന്നു നമുക്ക് 2 ദിവസമായിട്ട് അല്ലേ? യുവിക്ക് 4 പല്ല് വരുന്നുണ്ട്. 4 പല്ല് താഴെ 2, മുകളിൽ 2. താഴത്തെ പല്ല് മോളിക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങനെ, അതായത് പുറത്തേക്ക് കാണാം. ഇന്നലെ രാത്രി ഇവിടെ ഒരു ആഘോഷമായിരുന്നു കേട്ടോ. അതായത് പിള്ളേർക്ക് പല്ല് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഇന്നലെ ഉച്ച തൊട്ടിട്ടാവും ഭക്ഷണം കഴിക്കുന്നില്ല, ഒട്ടും കഴിക്കുന്നുണ്ടായിരുന്നില്ല, പാല് കുടിക്കുന്നുണ്ടായിരുന്നില്ല ഒട്ടും. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി ഡോക്ടറെ അടുത്ത് എങ്ങാനും കൊണ്ടുപോകണോ, കാരണം ഡീഹൈഡ്രേഷൻ വരില്ലേ എന്നുള്ളതൊക്കെ. പിന്നെ നീ ചേച്ചീനെയൊക്കെ വിളിച്ചു ചോദിച്ചു. നീ ചേച്ചി ഇവിടെ നേഴ്സായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നീ ചേച്ചി ഇവനെ കണ്ടപ്പോ കുഴപ്പമൊന്നുമില്ല, നോക്കി നോക്കാം എന്താന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. 3-4 തവണ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്തു. പിന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ അത് നീ ചേച്ചി പറഞ്ഞത് ഈ പല്ല് വരുന്നതിന്റെ ആയിരിക്കും. നാളെ രാവിലെ ആകുമ്പോഴേക്കും മിക്കവാറും പല്ല് പൊട്ടി പുറത്ത് വരും പറഞ്ഞു. അതായത് ഇങ്ങനെ കണ്ടു തുടങ്ങുന്ന അതേപോലെ പല്ല് നമുക്ക് അടിയില് അല്ലേ കാണിച്ചെടുക്കൂ. ഇടാ യൂഷിയുടെ പല്ല്. യൂഷിക്ക് മുകളിൽ 2 പല്ലുണ്ട് അല്ലേ? അപ്പൊ മുകളിൽ 2 പല്ലുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ വിചാരിക്കുക ഇവന് എന്താ പറയാ പെട്ടെന്നായിരുന്നു നീന്താൻ തുടങ്ങി, മുട്ടില് കുത്തി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി, ബാക്കിലോട്ട് ഇങ്ങനെ ഇരിക്കാൻ നോക്കാൻ വേണ്ടി തുടങ്ങി, പല്ല് വന്നു, തപ്പൊട്ടാൻ പറയുമ്പോ തപ്പൊട്ടാൻ തുടങ്ങി, നമ്മൾ പറയുന്നതിന് കുറച്ച് റെസ്പോൺസ് വന്നു തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞൊരു വീക്കിലായിരുന്നു. ഓരോ പിള്ളേർക്കും ഡെവലപ്മെന്റ് ഓരോ പോലെ ആയിരിക്കുമല്ലോ. നമ്മൾ ഒട്ടും ഇങ്ങനെ ഈ ഒരു മന്തിൽ ഈ കുട്ടി ഇത് ചെയ്തു എന്ന് വിചാരിച്ച് മറ്റൊരു കുട്ടിയൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. അപ്പോ ഇവൻ ആക്ച്വലി കമ്മുന്നതിന് ശേഷം കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഡെവലപ്മെന്റ് എല്ലാം ഗുഡാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞൊരു 1 വീക്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. അത് മൊത്തത്തിൽ അങ്ങോട്ട് കുട്ടിക്ക് താങ്ങാൻ പറ്റിയില്ല അല്ലേ? ഹാപ്പി വിഷു പറയൂ. ഹാപ്പി വിഷു. ഉവിയുടെ ഫസ്റ്റ് വിഷു ആണ്. എല്ലാരും ഉവിക്ക് കൈനീട്ടം തരണം അല്ലേ? എല്ലാരും ഉവിക്ക് കൈനീട്ടം തരണം. ഉവിക്ക് താഴെയുള്ള ആൾക്കാരെ ഉവി കൈനീട്ടം തരും അല്ലേ? അല്ലേ? ഉവിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അല്ലേ? തരും കൈനീട്ടം.
ഇവിടെ ഫുഡ് കൊടുക്കണ്ടേ ഇതിന്? മോളില് ഇക്രം വന്നിട്ടുണ്ട്. നമ്മള് മാസത്തിലൊരിക്കൽ ഇക്രം വന്ന് ഡീപ് ക്ലീൻ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ യുവിയുടെ ഭയങ്കര ഫേവറേറ്റ് ആളാണ് ഇക്രം അല്ലേ? അതേന്ന് അല്ലേ അല്ലേ അല്ലേ? യുവി ഇവിടെ സൗന്ദര്യം കണ്ട അങ്ങോട്ട് ഞെട്ടി ധരിച്ചിരിക്കുകയാണ്. ഇവിടെ യുവിയുടെ ലിഫി. Hallo. Hoe gaat het met jou? Hoe gaat het met jou? Gaat het goed? Ja? അവർ ഡച്ചിൽ എന്തൊക്കെയോ കാര്യമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായി റെസ്പോണ്ട് ചെയ്തു. ഹൈഫൈ കൊടുത്തു, ഹായ് പറഞ്ഞു. ഡച്ചിൽ പറഞ്ഞപ്പോൾ റെസ്പോണ്ട് ചെയ്തു. മലയാളത്തിൽ പറയുമ്പോൾ ചെയ്യാറില്ലല്ലോ. ഒരു ഹായ് പറഞ്ഞാൽ മലയാളത്തിലോ ചെയ്യുമോ നോക്കട്ടെ. ചെയ്യടാ. ഒരു ഹായ് പറഞ്ഞു സീരിയസ് ആയി ചോദിക്കാൻ ഡേ കെയർ പോയിട്ട് ഹായ് ഫൈ. ആ ഇല്ല, 2 ഭാഷയിലും ചെയ്യുന്നുണ്ട്. മുടുക്കാനാണ്. തവണ എന്താ അറിയില്ല, IPL തുടങ്ങിയിട്ട് കുറച്ച് സമാധാനമുണ്ട് വീട്ടിൽ. അതെന്താ വിഷ്ണു, എന്താ IPL അത്ര കണ്ട് ഫോളോ ചെയ്യാത്ത തവണ? മൂടില്ല, നന്നായി. ഇടയ്ക്ക് നല്ലതാ, കുറച്ച് മൂടില്ലാത്തത്. നമ്മുടെ ആപ്പിളും വേറൊക്കെ കണ്ടോ, പൂത്തുലഞ്ഞു, നല്ലോണം പൂത്തിട്ടുണ്ട്. ഈ സൈഡിലും ഒക്കെ മരങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്, നല്ലോണം ഇലയൊക്കെ വന്നു. ഇനിയിപ്പോൾ റോസൊക്കെ പൂത്ത് തുടങ്ങും. പിന്നെ ഇന്ന് ഗാർഡനൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കാരണം നല്ലൊരു രസമുണ്ട്. ഈ വേസ്റ്റ് ഒക്കെ കൊണ്ട് കളയാനുള്ള കൂട്ടാ ഇവിടെ ഉണ്ടല്ലോ. ഈ വേസ്റ്റ് ഗ്രീൻ വേസ്റ്റിലാണ് വരിക, അതായത് കിച്ചൺ വേസ്റ്റ്. അതിൻ്റെ ഒപ്പം നമുക്കിനി ഓരോരോ കവേഴ്സായിട്ടേ കളയാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വേസ്റ്റ് കൊണ്ട് കളയുന്ന സ്ഥലത്ത് പോയി കളയണം. നമുക്ക് അല്ലാതെയും കുറേ വേസ്റ്റ് മറ്റേ നാട്ടിൽ നിന്ന് വന്ന കൊറിയറിൻ്റെ ഒക്കെ ബോക്സ് കളയാനുണ്ട്. ഇന്നലെ പോയപ്പോൾ ഒരു ബോർബൺ ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയിട്ട് സമയം കളയില്ല, കാര്യങ്ങൾ കിട്ടുന്നവർക്ക് സണ്ണടിക്കണ്ട മൊത്തേക്ക്. നീ എന്നെ മുടി വിളിച്ചു എന്താ കാര്യം? സണ്ണല്ല അടിക്കുന്നത്, ഞാനല്ലല്ലോ. ഞാൻ പോയിട്ട് വിഷു വെക്കാനുള്ള കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ട് വരാം. വിഷ്ണു എനിക്ക് പൈസ അയക്കും, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. പോയി വാങ്ങിയിട്ട് വരാം. നമുക്ക് ഈ വേഷത്തിൽ തന്നെ ഒന്ന് ആൽബർട്ടൈനിൽ പോയിട്ട് വരാം. പുറത്ത് ചെറിയ തണുപ്പുണ്ട്, പക്ഷെ എന്നാലും വലിയ തിരക്കുണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ആൽബർട്ടൈൻ മാത്രമല്ലേ പോകുന്നുള്ളൂ. ഈ വീടിൻ്റെ അവസ്ഥ ശരിക്ക് കുറച്ചധികം പരിതാപകരമാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 നാട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ഞാൻ കിച്ചണിലെ കുറേ സാധനങ്ങൾ മാറ്റി പറഞ്ഞില്ലേ, അതിൻ്റെ കുറേ ബോക്സസ്. പിന്നെ ഞാൻ മൊത്തത്തിൽ ആവശ്യം ഇല്ലാത്ത സാധനങ്ങൾ എടുത്ത് മാറ്റി ആവശ്യമുള്ളത് മാത്രം സോർട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേസ്റ്റ് വരുമല്ലോ വീട്ടിൽ. അപ്പോൾ അതും ഇതൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഇക്രം വരുന്നതുകൊണ്ട് ഞാൻ അധികം ഒന്നും ക്ലീൻ ചെയ്തില്ല. കാരണം യൂഷ്വലി വേസ്റ്റും കാര്യങ്ങളൊക്കെ അവർ പ്രോപ്പറായിട്ട് കൊണ്ടുപോയിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്യും. അപ്പോൾ തൽക്കാലം നമുക്ക് പോവാം. പുറത്ത് വലിയ തണുപ്പില്ല കേട്ടോ, ചെറിയൊരു തണുപ്പേ ഉള്ളൂ. അപ്പോൾ സമയം 8 മണി ആയിട്ടുണ്ട്. ഇപ്പം ഇനി ഇരുട്ടാവാനൊക്കെ ലേറ്റായി തുടങ്ങും. അപ്പോൾ നമുക്ക് പോയിട്ട് കണിക്ക് കുറച്ച് പൂക്കൾ വാങ്ങിക്കണം. കൃഷ്ണന് പൂവിൻ്റെ ഒരു മാല ചാർത്തണമല്ലോ, അപ്പോൾ പൂക്കൾ വാങ്ങിക്കണം. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കണി വെക്കാനുള്ളത്. പിന്നെ ഗീതു എന്നോട് മല്ലിയിലയോ അങ്ങനത്തെ എന്തോ 1-2 സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മോര് വാങ്ങിക്കണം സംഭാരത്തിന്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വരാം. ഇത് രണ്ടും നല്ല രസമല്ലേ? ഇതുകൊണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു മാല കോർത്തിട്ട് കൃഷ്ണനെ ഇടിക്കാനായിട്ട് പറ്റുമായിരിക്കും. ഇപ്പോൾ ഇതെടുക്കാമല്ലോ ഒന്ന്. പിന്നെ ഇതും നല്ലതല്ലേ, ഒന്ന് നമുക്ക് ഇതും എടുക്കാം. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഇവിടെ അടുത്തുള്ളൊരു എംബോയിൽ വന്നതായിരുന്നു. അവിടത്തെക്കാളും നല്ല പൂക്കൾ എംബോന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ആൽബർട്ടൈൻ അല്ലാതെ, ഇവിടെ കിട്ടുമെന്ന് അറിയാം. ഇവിടെ ബാക്കി എല്ലാ കടകളും അടച്ചത് കാരണം ഒരൊറ്റ ആൾ പാർക്കിങ്ങിലില്ല, വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. പാട്ടുണ്ട്. അപ്പോൾ മുന്നേ എനിക്കിങ്ങനെ വലിയ പേടിയൊന്നും തോന്നില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഇടയ്ക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരാൾ അറസ്റ്റ് ചെയ്തു. കുറച്ച് സീരിയസ് ആയിരുന്നു. 2 ലേഡീസിനെ മർഡർ ചെയ്തതിന്. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, പക്ഷെ അത് കേട്ടതിന് ശേഷം ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ അങ്ങനെ ഒരു കേസ് നടന്നായിരുന്നു. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഒരുപാട് കേസ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മുന്നത്തെ ദൂരദർശൻ പോലെ അവരിങ്ങനെ നടന്ന കാര്യങ്ങൾ നമ്മൾ അറിയിക്കും. അതല്ലാതെ അതിനെ പറ്റിയിട്ടുള്ള ഫർദർ പ്രൊസീഡിങ്സ് ഒന്നും നമ്മളങ്ങനെ അറിയാൻ ശ്രമിച്ചാലും കൂടുതൽ അറിഞ്ഞു കണ്ടിട്ടില്ല. ഇവിടുത്തെ ഒരു ബാങ്കിലെ 2 എംപ്ലോയീസ് എന്നാണ് അറിഞ്ഞത്, അതായത് മരിച്ചവർ. പക്ഷെ എനിക്കിത് കേട്ടിട്ട് ഭയങ്കര പേടിയായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൽബർട്ടൈനുള്ള സ്ഥലമല്ലേ, അവിടെ നിന്നാണ് പോലീസ് വന്ന് പുള്ളീനെ അറസ്റ്റ് ചെയ്തത്. പുള്ളി കാഷ്വലായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. എന്തൊക്കെയല്ലേ.
ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ഫ്ലോർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ വന്ന ഡയലോഗ് എന്താ അറിയോ, എൻ്റെ മുഖം എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കണത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ ക്ഷീണിച്ച് തോന്നിയിരിക്കണം. ഞാനും ഹെൽപ്പ് ചെയ്യാൻ, എനിക്കൊന്ന് ഭയങ്കര ഹെക്ടിക് ഡേ ആയിരുന്നു. ഡിഷ് സെറ്റ് ചെയ്ത് ഡിഷ് ഒന്ന് മാറ്റി വെച്ച് ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തോണ്ട്. എനിക്ക് ഫ്ലോർ കണ്ടപ്പോൾ ഓർമ്മ വന്ന ഡയലോഗ് എന്താണെന്നറിയോ, ഇവിടെ ഇപ്പോൾ മറ്റേ വിഷുക്കണി സെറ്റ് ചെയ്തെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കും, മറ്റേ വീടിൻ്റെ പാല് കാച്ചൽ നടക്കും. അതേപോലെ ഈ ഫ്ലോർ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നു അടുത്ത അരമണിക്കൂറിൽ ഞങ്ങളിവിടെ വിഷുക്കണി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന്. വല്ലാത്ത ക്ലീനിങ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം. ഒരു ഏരിയ നമ്മൾ ഏകദേശം ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി ഗരാജിൽ നിന്ന് നമ്മുടെ ബാക്കി കണി വെക്കാനുള്ള സംഗതികളൊക്കെ എടുത്തിട്ട് വരണം. താൻ ബെറ്ററായോ? യുവീനെ രാത്രി കിടത്തുക എന്നുള്ളത് ശരിക്കും ഭയങ്കര നമ്മളും കൂടെ അങ്ങോട്ട് ഉറങ്ങിപ്പോകുന്ന ഒരു മൊമെൻ്റ് അല്ലേ. അപ്പം അതായിരുന്നു വിഷ്ണു യുവീനെ കിടത്തി വന്നു കഴിഞ്ഞപ്പോൾ വിഷ്ണുവിനും കൂടെ ഉറക്കം വരികയെന്ന്. ഇപ്പം നിലത്ത് നമ്മൾ യുവിക്ക് പാലൊക്കെ കൊടുക്കുമ്പോൾ ഫോർമുലയൊക്കെ നിലത്തങ്ങനെ ഉറ്റുമല്ലോ, അതേപോലെ ബോട്ടിലൊക്കെ അവൻ്റെ കയ്യിൽ നിലത്ത് വീഴുന്നൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒട്ടിപ്പിടിച്ച ഇങ്ങനത്തെ ഫോർമുലയുടെ പാടൊക്കെ നമ്മളിങ്ങനെ നില ഇങ്ങനെ സ്റ്റീം ചെയ്ത് തുടയ്ക്കുമ്പോൾ മുഴുവൻ പോകാറുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ആക്ച്വലി അച്ഛൻ വന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഗരാജ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ ഭയങ്കര നന്നായിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. ഇതെല്ലാം ഞാൻ പ്രോപ്പർലി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പൂജ ആർട്ടിക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെല്ലാം റാപ്പ് ചെയ്ത് അകത്തിങ്ങനെ ക്ലാവ് പിടിക്കാതിരിക്കാനേ, നമ്മൾ പറയില്ലേ ഇതിൻ്റെ കളറ് മങ്ങിപ്പോണമെന്ന്, അപ്പോൾ ഓക്സിഡൈസിങ് സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റാപ്പൊക്കെ ചെയ്താൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇത് വിഷ്ണുവിൻ്റെ അമ്മ. ഇതെനിക്ക് ലൈഫിൽ തന്നെ കിട്ടിയിട്ടുള്ളൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ പോയ സമയത്ത്, പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നാട്ടിൽ പോയിരുന്നല്ലോ. ആ സമയത്ത് ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു എനിക്ക് അറമുള കണ്ണാടി വാങ്ങിക്കണം, എനിക്ക് ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണല്ലോ, അപ്പോൾ അത് വാങ്ങിക്കണം, എവിടെയാണ് നല്ലത് കിട്ടുക എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ അമ്മ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബേക്കറിയൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ടൊരു കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ നിന്ന്. ആ സമയത്ത് അറമുള കണ്ണാടി ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ നാട്ടിൽ പോയപ്പോഴാണോ അതോ മുന്നേ എപ്പോഴോ പറഞ്ഞ കോൺവെർസേഷനിലാണോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ അമ്മ അടുത്ത് പറഞ്ഞായിരുന്നു. എന്നിട്ട് അമ്മ എനിക്ക് സർപ്രൈസായിട്ട് കൊടുത്തയച്ചായിരുന്നു ഇത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തെ കത്തും ഞാൻ ഭദ്രമായി എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് കയറി ചെറുതായിട്ടൊരു ഇത് വന്നു. അമ്മ ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് കൊടുത്തയച്ചായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചായിരുന്നു ഇതിൻ്റെ അകത്ത്. ഇത് ശരിക്ക് ഓടാണ്. ഓടിങ്ങനെ ഉരച്ചിട്ടാണ് അവരിങ്ങനെ കണ്ണാടറ പോലെ ആക്കുന്നത്. ഏറ്റവും മുകളിൽ ഞാൻ ഡിന്നർ കഴിക്കട്ടെ. വിഷ്ണു ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇത് നമ്മുടെ നല്ല അയൺ റിച്ച് ആയിട്ടുള്ള അച്ചാറാട്ടോ. ആ പാത്രത്തിൽ ഇരുന്നിരുന്ന് ഭയങ്കര അയൺ റിച്ച് ആയിപ്പോയി. അപ്പോൾ ഇത് ഞാൻ കഴിക്കട്ടെ. നമുക്ക് നമ്മുടെ വിഷുക്കണി ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ എൻ്റെ പ്ലാൻ നമ്മുടെ ടി വിയുടെ ആ ഒരു ബോർഡില്ലേ അതിൻ്റെ മുകളിൽ ഈ കസവ് തുണിയിട്ട് ആ ഒരു ഏരിയ കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ പുഷ്പങ്ങൾ ഒട്ടിച്ച് വെക്കുന്നു, എന്നിട്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ആയിരുന്നു. അത്രയ്ക്ക് എഫേർട്ട് എടുക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് ഈ ഒരു കോർണറിൽ നമുക്ക് സെറ്റ് ചെയ്യാം. കണി ഇവിടെ ഏകദേശം ഇത്രയപ്പോൾ ഓക്കെ. നാളെ രാവിലെ നമ്മുടെ ഒപ്പം കണി കാണണ്ട 2 ആൾക്കാർ എത്തിയിട്ടുണ്ട്. ATM ക്ലോസ് ചെയ്യാം 10 മണിക്ക്. ഹാപ്പി വിഷു ഗേൾ. ഹാപ്പി വിഷു. I think that's perfect. ഞാൻ പറഞ്ഞല്ലേ ഇതുപോലത്തെ മാത്രം 2020 മറ്റേ മധുവിന്റെ വീട്ടിൽ രണ്ട് തരം ഗ്രേപ്സ്. ഞാനിവിടെ വല്ല പരിപാടി അവതരിപ്പിക്കാൻ നിൽക്കുന്ന പോലെ ഉണ്ട്. ഗീതു വീഡിയോ എടുത്തായിരുന്നു. പ്രതു മറ്റേ അനന്തശയനത്തിലൊക്കെയാണ് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഉരുളിയിൽ സ്വർണം പോലത്തെ കണിവെള്ളരി. ഇപ്പൊ കുറെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ കാണാറില്ലേ നമ്മുടെ വിഷുവിന് നമ്മൾ എങ്ങനെയാ കണി ഒരുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുള്ളി അപ്പൊ ഉരുളിയിൽ മറ്റേ മുരളി കണിവെള്ളരി, പോംഗ്രനേറ്റ്, ആപ്പിള്, മാംഗോ, ഓറഞ്ച്, തേങ്ങ, 2 തരം ഗ്രേപ്സ്. എനിക്ക് പറയാനുള്ളത് ഇനി കുറച്ച് പേറും അവക്കാഡോയും എല്ലാം കൂടെ ആഡ് ചെയ്യണം എന്നാണ്. ഇനി ഇത് എങ്ങനെ ഭംഗിയാക്കി
സമയം ഇപ്പം തന്നെ ഏകദേശം ഒരു 11:30-11:45 ആയിട്ടുണ്ട്. ഇപ്പം കിടന്നാലാണ് നമുക്ക് രാവിലെ ഒരു 5-5:30 ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാല കോർക്കുന്നത് നമ്മൾ തൽക്കാലം നാളെ രാവിലെ തൊട്ട് മാറ്റി വെച്ചു കേട്ടോ. അതൊന്നും വേണ്ട യേശു. നല്ല ടോക്ക്. എന്ത് ഞാൻ കാണിച്ചു? ഞാനൊരു പൂ വിളക്കിന്റെ അവിടെ വെച്ചു ഇങ്ങനെ. എന്റെ ആവശ്യമില്ല. ഇത് രസമല്ലേ ചെയ്തു? ഒരു രസമില്ല യേശു. ഇല്ല യേശു. ഒരു രസമില്ല. മാറ്റം നല്ലൊരു വൃത്തി ഉണ്ടായിരുന്നു. പക്ഷെ പൂ കൂടുതൽ നാളെ കൂടുതൽ തിരിക്കേണ്ട ആവശ്യമില്ല. എന്റെ ആവശ്യമില്ല യേശു. രസമല്ലേ ചെയ്തു? ഇല്ല. ഇങ്ങനെ വിഷു അല്ലെങ്കിൽ ഈ കൊല്ലത്ത് ആദ്യമായിട്ടായിരിക്കും ഞാൻ നോട്ട് കൈ കൊണ്ടുവിടുന്നത്. ഏപ്രിലായിട്ടോ? ആ, അല്ലാതെ എപ്പോഴാണ് നോട്ട് കൈ കൊണ്ടുവിട്ടിട്ടുള്ളത്? നമ്മൾ ട്രിപ്പ് പോയപ്പോ സോറി. അല്ല, പക്ഷെ ഇവിടെ പൈസ കൊണ്ടുള്ള ഇടപാട് ഇല്ല. നില്ലാണെന്ന് വേണമെങ്കിൽ പറയാല്ലേ. നമുക്ക് നെതർലാൻഡ്സിൽ തീരെ, യൂറോപ്പിലുണ്ട്. ഞാൻ ഇപ്പൊ നമുക്ക് ഡേ ടു ഡേ ലൈഫിലൂടെ ജീവിക്കുമ്പോ പൈസ എന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ല. നമുക്കിപ്പോ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ആപ്പിൾ പേ എല്ലായിടത്തും വർക്ക് ചെയ്യും. അത് ഞാൻ പറഞ്ഞ വർഷത്തിൽ 1-2 തവണയാണ് കൈകൊണ്ട് ഇങ്ങനെ നോട്ട് തൊടാറ്. ഇത് 50 യൂറോ, ഇത് 10, ഇത് 5. നമ്മൾക്ക് ഇവിടെ വെക്കാം. ഇത് പ്രദൂന്റെയിലായിട്ടുള്ളത്. പ്രദൂന്റെയിൽ ഇവിടെ 500 നോട്ട് വന്നായിരുന്നു യൂറോ. മറ്റേ പ്രദൂന്റെയിൽ 500 ഒരു നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ട് വഴി ഒരു ഇതില്. പക്ഷെ ഒരു ഷോപ്പിലും അല്ല, അങ്ങനെയല്ല. ഒരു ഫ്രണ്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിലുള്ള ഡീലിങ്സില് അവസാനം പ്രദുവിന്റെ ഞാൻ ഉദ്ദേശിച്ചത് പ്രദുവിന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന സമയത്ത് പ്രദു ആണ് എക്സ്പെൻഡിച്ചർ എടുത്തത്. അത് ആ ഫ്രണ്ട് പേ ചെയ്തത് നോട്ട് വെച്ചിട്ടായിരുന്നോ? ഇതാണിത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പ്രദുവിന്റെ 500 നോട്ട് വന്നായിരുന്നു. കടയിൽ പോയിട്ട് 500 നോട്ട് എടുത്തപ്പോ എല്ലാ കടക്കാരും ഇറക്കി വിട്ടു അല്ലേ. കാരണം അത്രക്ക് ചേഞ്ച് അവർ തരില്ല അവരുടെ. എവിടെ കൊടുത്ത പിന്നെ ATM പിന്നെ തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വന്നു. അതിന് നമ്മൾ ഫീസും കൊടുക്കേണ്ടി വന്നു. നീ കാണിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കാണിക്കാൻ മറന്നായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ നാളത്തെ കോസ്റ്റ്യൂം. ഇത് കോസ്റ്റ്യൂം അല്ല, ഇത് നാളെ ഇടാനുള്ള വളയും മാലയും കമ്മലുകളും ഒക്കെയാണ്. ഇതിൽ വള ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് വിഷ്ണുവിൻ്റെ മുണ്ട്. ഈ ഒരു കളറാണ് നമ്മൾ ഇത്തവണ 3 പേരും ഇടാൻ വേണ്ടി പോണേ. ഇത് യുബിയുടെ മുണ്ട്. പിന്നെ ഇതാണ് യുബിയുടെ ജുബ്ബ വരുന്നത്. ഇത്തവണ നമ്മൾ അരയന്നാണ് കേട്ടോ പിടിച്ചിട്ടുള്ളത്. യുവിക്ക് കുട്ടി അരയന്നം, വിഷ്ണുവിന് വലിയ അരയന്നം. നല്ല രസത്തിലാണ് നല്ല രസത്തിലാണ് ഇവർ വർക്ക് ചെയ്തിട്ടുള്ളത്. എന്തൊരു ഡീറ്റെയിലിംഗ് അറിയോ. ഇനി എൻ്റെ ബ്ലൗസിൽ ഒരു 3 അരയന്നം ഉണ്ട്. കിടിലം 3 അരയന്നം. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നാളെ കാണിക്കാം കേട്ടോ. ഇത് ഖജുറാവോ എന്ന് പറയുന്ന ഒരു കസവിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു പേജിൽ നിന്ന് നമ്മൾ ചെയ്യിപ്പിച്ചതാണ്. ഓരോ കാര്യങ്ങളും അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നാളെ നമ്മൾ ഇതിട്ടൊരു പൊളി പൊളിക്കും. ഇതിൻ്റെ നെക്കൊക്കെ നല്ല രസമുണ്ട് ഉണ്ടോ. നാളെ നമുക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. എൻ്റെ സാരി ഞാൻ ഡ്രൈപ്പ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സാരി നമ്മൾ ഖജുറാവോ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ദുബയാണ് എനിക്ക് വേണ്ടി ബോക്സ് പ്ലീറ്റ് ചെയ്തിട്ട് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് നാളെ നമ്മളൊരു പൊളി അങ്ങോട്ട് പൊളിക്കും. അല്ല ഗീതു? നാളെ രാവിലെ നമ്മുടെ ദിവസം എങ്ങനെയാണ് ഗീതു? ഇട്ടാ കുറച്ച് ടേസ്റ്റ്. പക്ഷേ മിൽക്ക് മെയ്ഡ് ഇനി വാങ്ങിയിട്ട് വരുന്നോ? നാളെ സാമ്പാർ വാങ്ങിട്ട്. സാമ്പാർ റോസ് ഉണ്ടാക്കുന്ന സാമ്പാർ വാങ്ങിയിട്ട് വരാം. റോസ് ജോലി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരും. അൻഷിഫ് നാളെ ലീവ് എടുത്തു. അമ്മി നാളെ ചോദ്യം അൻഷിഫ ചോദിച്ചു. മറ്റേ നമ്മള് എത്ര പേരില്ല, അപ്പൊ ഒരു സെറ്റ് അരി വെച്ചാൽ തികയില്ലല്ലോ. ഇല്ല, 2 സെറ്റ് വേണ്ട. നമുക്കൂടെ 2 സെറ്റ് വെച്ചാൽ പോരെ. അല്ല, ഒരു സെറ്റ് വെച്ചിട്ട് അടുത്ത സെറ്റ് വെച്ചാൽ പോരെ. അരി പെട്ടെന്നാവില്ലേ? അരി ഉണ്ടാക്കി കൊണ്ടുവരാൻ നല്ല ടഫായിരിക്കും. അല്ല, ഒരു പാത്രത്തിലാക്കി കൊണ്ടുവരാൻ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് ഞാനൊരു സെറ്റ് ഇടും, അവളൊരു സെറ്റ് കൊണ്ടുവരാൻ കേട്ടത്. ആണോ? പണിയാവില്ല അത്. അതിനൊക്കെ നമുക്ക് ഒരു 2 സെറ്റ് അരി വയ്ക്കില്ല വേണ്ടോ? നാളെ രാവിലെ നമ്മൾ 5 അത് അതിൻ്റെ അകത്ത്. നാളെ രാവിലെ നമ്മൾ 5:45 എണീക്കുന്നു. വിളക്ക് കൊളുത്തുന്നു. ഗൃഹനാഥൻ എണീക്കുന്നു, വിളക്ക് കൊളുത്തുന്നു. നാളെ ഉച്ചയ്ക്ക് വിഷ്ണു 5:45 വിളക്ക് കത്തിക്കും. എന്നിട്ട് ഞങ്ങളൊക്കെ വന്ന് കണി കാണും. രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും റോസ് കേൾക്കണ്ട, ഇഡ്ഡലിയും ചട്നിയും.
ഞാൻ ഓൾറെഡി പറഞ്ഞു സമ്മർ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. ഇഡ്ഡലിയും ചട്നിയും, പിന്നെ നമ്മൾ കുളിച്ച് റെഡിയായി വന്നിട്ട് അപ്പോഴൊക്കെ എല്ലാവരും എത്തും. പിന്നെ നമ്മൾ ചോറ് വെക്കും, പായസം വെക്കും, പപ്പടം കാച്ചും, സംഭാരം ഉണ്ടാക്കും, ചേന വറക്കും. ചേന. അതോടുകൂടെ നമ്മുടെ വിഷു ഓണാവും. യെസ്, വിഷു ഓണാവും. അല്ല, വിഷു ഓൺ ആവും. ഇതാണ് നമ്മുടെ വിഷുക്കണി. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ വിഷുക്കണി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാളെ ഇനി നമ്മൾ എണീറ്റ് വന്ന ഉടനെ വിളക്കൊക്കെ കൊളുത്തി കാണാൻ വേണ്ടി ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അത്രയാണുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി.